ഭക്ഷണത്തിൽ ഉപ്പ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ശരീരത്തിന് നിശ്ചിത അളവിലുള്ള ഉപ്പ് അത്യാവശ്യവുമാണ്. എന്നാൽ ഉപ്പ് അടങ്ങിയ കടൽ വെള്ളം എന്തുകൊണ്ടാണ് കുടിക്കാൻ കഴിയാത്തത്? നമ്മുടെ സെല്ലുകൾക്കും മറ്റു അവയവങ്ങൾക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ഉപ്പ് കടൽ ജലത്തിൽ അടങ്ങിയിട്ടുണ്ട്. കടൽ ജലത്തിൽ നമ്മുടെ ശരീരത്തിലെ ദ്രാവകത്തേക്കാൾ 4 ഇരട്ടി ഉപ്പ് അടങ്ങിയിരിക്കുന്നു. കടൽജലം കുടിച്ചാൽ ശരീരത്തിലെത്തുന്ന അധിക ഉപ്പ് പുറന്തള്ളാൻ നമ്മുടെ വൃക്കകൾക്ക് ശുദ്ധജലം ആവശ്യമാണ്. അതിനാൽ ഉപ്പുവെള്ളം നമ്മുടെ ദാഹം വർദ്ധിപ്പിക്കും. മാത്രമല്ല, ഉപ്പിനെ പുറന്തള്ളാൻ ശരീരത്തിലെ ജലാംശം മുഴുവൻ ശരീരം ഉപയോഗിക്കുകയും നമുക്ക് നിർജ്ജലീകരണവും തുടർന്ന് ദാഹം മൂലം മരണവും സംഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കടലിലെ മത്സ്യങ്ങൾ ദാഹം കൊണ്ട് മരിക്കാത്തത്? കടൽ മത്സ്യങ്ങൾ അവരുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ നിരന്തരം കടൽവെള്ളം കുടിക്കുന്നുണ്ട്. എന്നാൽ ആ വെള്ളമെല്ലാം അവരുടെ വയറ്റിലേക്കല്ല പോകുന്നത്. കുറച്ച് വെള്ളം അവ വിഴുങ്ങുന്നു. ബാക്കി വെള്ളം അവരുടെ ശരീരത്തിലെ ചെകിളകളിൽ പ്രത്യേക സോൾട്ട് എക്സ്ട്രാക്റ്റിംഗ് സെല്ലുകളിലേക്ക് പോകുന്നു. ഈ സെല്ലുകൾ അവയെ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കാൻ സഹായിക്കുന്നു. ഉപ്പുവെള്ള മത്സ്യങ്ങളുടെ ചെകിളകളും വൃക്കകളും വളരെ സമയമെടുത്ത് ഉപ്പിനെ വേർതിരിച്ച് സമുദ്രത്തിലേക്ക് തിരികെ ഒഴുക്കിവിടുന്നു. ശുദ്ധജല മത്സ്യങ്ങൾക്കും ഷാർക്കുകൾക്കും വെള്ളം കുടിക്കേണ്ടി വരാറില്ല. അവരുടെ ശരീരത്തിലൂടെ കടന്നുപോകുന്ന വെള്ളം ശരീരത്തിലെ ദ്രാവകങ്ങളുടെ രാസഘടനയുമായി ചേർന്ന് അവരുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്.